ഹലോ പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, കേട്ടറ്റ് കാറ്റഗറി 1 പരിസ്ഥിതി പഠനത്തിലെ സൗരയൂഥം എന്ന പാഠഭാഗത്തിലേക്ക് സ്വാഗതം. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ SCERT സിലബസ് അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഈ വീഡിയോ പരീക്ഷാ തയ്യാറെടുപ്പിന് നിങ്ങളെ സഹായിക്കും. 1 മുതൽ 3 വരെയുള്ള ക്ലാസുകളിൽ കുട്ടികൾ ആകാശ നിരീക്ഷണത്തിലൂടെ പ്രകൃതിയെ മനസ്സിലാക്കുന്നു. പകലിലെ സൂര്യനെയും രാത്രിയിലെ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നിരീക്ഷിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്താൻ സഹായിക്കും. സൂര്യൻ ഭൂമിയിലെ ജീവന്റെ അടിസ്ഥാനമാണ്. സസ്യങ്ങളുടെ ഭക്ഷണ നിർമ്മാണത്തിനും സൂര്യപ്രകാശം അത്യാവശ്യമാണ്. കുട്ടികൾക്ക് ലളിതമായി മനസ്സിലാക്കാവുന്ന ഒരു പ്രവർത്തനമാണ് നിഴൽ നിരീക്ഷണം. സൂര്യന്റെ സ്ഥാനത്തിനനുസരിച്ച് നിഴലിന്റെ നീളവും ദിശയും മാറുന്നു. രാത്രിയിലെ പ്രധാന കാഴ്ചകൾ ചന്ദ്രനും നക്ഷത്രങ്ങളുമാണ്. ദിവസവും ചന്ദ്രന്റെ വലിപ്പത്തിൽ വരുന്ന മാറ്റങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കുന്നു. പൂർണ്ണരൂപത്തിൽ കാണുന്ന പൗർണമിയും ഒട്ടും കാണാത്ത അമാവാസ്യയും പ്രൈമറി ക്ലാസുകളിലെ പ്രധാന പാഠഭാഗമാണ്. 4ാം ക്ലാസ്സിലെ മാനത്തേക്ക് എന്ന യൂണിറ്റിൽ ശാസ്ത്രീയമായ പ്രപഞ്ച നിരീക്ഷണം തുടങ്ങുന്നു. ഗലീലി 1609 ദൂരദർശിനിയിലൂടെ ചന്ദ്രനിലെ കുഴികളും വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങളും കണ്ടെത്തിയ ചരിത്രം പരീക്ഷയ്ക്ക് വളരെ പ്രധാനമാണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ്. സൂര്യനും അതിനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉൾപ്പെട്ടതാണ് നമ്മുടെ സൗരയൂഥം. ഇത് സ്ഥിതി ചെയ്യുന്നത് ക്ഷീരപഥം അഥവാ മിൽക്കി വേ എന്ന ഗാലക്സിയിലാണ്. സൂര്യൻ നമ്മുടെ ഏറ്റവും അടുത്ത നക്ഷത്രമാണ്. സൗരയൂഥത്തിലെ ആകെ പിണ്ഡത്തിന്റെ 99.86% സൂര്യനാണ്. ഭൂമിയിൽ നിന്നും 15 കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ പ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം 8 മിനിറ്റും 20 സെക്കൻഡും എടുക്കുന്നു. ഗ്രഹങ്ങളെ പ്രധാനമായും 2ആയി തരംതിരിക്കാം. പാറകളും ലോഹങ്ങളും നിറഞ്ഞ അകത്തെ ഗ്രഹങ്ങളെ ഭൂസമാന ഗ്രഹങ്ങളെന്നും വാതകങ്ങളും മഞ്ഞും നിറഞ്ഞ പുറത്തെ ഗ്രഹങ്ങളെ വാതക ഭീമന്മാർ അഥവാ ജോവിയൻ ഗ്രഹങ്ങളെന്നും വിളിക്കുന്നു. ഈ പട്ടികയിലൂടെ ഗ്രഹങ്ങളുടെ വലിപ്പം താരതമ്യം ചെയ്യാം. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും ചെറിയ ഗ്രഹം ബുധനും. വലിപ്പത്തിൽ ഭൂമി 5ാം സ്ഥാനത്താണ്. ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്തതും വേഗതയേറിയതുമായ ഗ്രഹമാണ്. എന്നാൽ ശുക്രനാണ് ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ഇതിന് കാരണമാകുന്നു. കിഴക്കുദിക്കുന്നതുകൊണ്ട് ശുക്രനെ ഉദയനക്ഷത്രം എന്നും വിളിക്കുന്നു. ഭൂമി നീലഗ്രഹമായി അറിയപ്പെടുന്നു. ചുവന്ന ഗ്രഹമായ ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇരുമ്പ് ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നു. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസ് ചൊവ്വയിലാണുള്ളത്. വ്യാഴവും ശനിയും സൗരയൂഥത്തിലെ വമ്പൻ വാതക ഭീമന്മാരാണ്. വ്യാഴത്തിൽ കാണപ്പെടുന്ന കൊടുങ്കാറ്റാണ് മഹാ ചുവന്നപാട്. ശനി അതിന്റെ മനോഹരമായ വളയങ്ങളാൽ ശ്രദ്ധേയമാണ്. ടൈറ്റൻ ശനിയുടെ പ്രധാന ഉപഗ്രഹമാണ്. യുറാനസ് ഒരു കിടക്കുന്ന ഗ്രഹമായി അറിയപ്പെടുന്നു. ഏറ്റവും ദൂരെയുള്ള ഗ്രഹമായ നെപ്റ്റ്യൂണിലാണ് സൗരയൂഥത്തിലെ ശക്തമായ കാറ്റും തണുപ്പും അനുഭവപ്പെടുന്നത്. 2006 പ്ലൂട്ടോയെ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന് മാറ്റി കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ചു. സ്വന്തം ഭ്രമണപഥം വൃത്തിയാക്കി സൂക്ഷിക്കാൻ കഴിയില്ലെന്നതാണ് ഇതിന് കാരണം. സെറസ്, ഈറിസ് എന്നിവയും കുള്ളൻ ഗ്രഹങ്ങളാണ്. ചന്ദ്രൻ ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹമാണ്. ചന്ദ്രന്റെ ഭ്രമണവും പരിക്രമണവും ഒരേ കാലയളവായ 27.3 ദിവസമാണ്. ഇന്ത്യയുടെ ചാന്ദ്രയാൻ ദൗത്യങ്ങൾ ചന്ദ്രപര്യവേക്ഷണത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു. സൗരയൂഥത്തിൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മാത്രമല്ല, മറ്റ് പല ആകാശവസ്തുക്കളുമുണ്ട്. പ്രധാനപ്പെട്ടവയാണ് ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ക്ഷുദ്രഗ്രഹങ്ങൾ, അന്തരീക്ഷത്തിൽ കത്തിയെരിയുന്ന ഉൽക്കകൾ, പിന്നെ സൂര്യനോടടുക്കുമ്പോൾ വാൽ രൂപപ്പെടുന്ന ധൂമകേതുക്കൾ അഥവാ വാൽ നക്ഷത്രങ്ങൾ. ഭൂമിയുടെ 2 പ്രധാന ചലനങ്ങളാണ് ഭ്രമണവും പരിക്രമണവും. സ്വന്തം അച്ചുതണ്ടിലുള്ള കറക്കമായ ഭ്രമണം മൂലമാണ് രാപ്പകലുകൾ ഉണ്ടാകുന്നത്. സൂര്യനെ ചുറ്റുന്ന പരിക്രമണം മൂലമാണ് ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത്. ഇവ തമ്മിലുള്ള വ്യത്യാസം പരീക്ഷയ്ക്ക് പ്രധാനമാണ്. വിഷുവങ്ങളും അയനാന്തങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള പ്രധാന ഭാഗമാണ്. മാർച്ച് 21, സെപ്റ്റംബർ 23 ദിവസങ്ങളിൽ രാപ്പകലുകൾ തുല്യമായിരിക്കും. ജൂൺ 21 ഉത്തരായനാന്തവും ഡിസംബർ 22 ദക്ഷിണായനാന്തവുമാണ്. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും പ്രകാശത്തിന്റെ നേർരേഖാ സഞ്ചാരം മൂലമുണ്ടാകുന്ന പ്രതിഭാസങ്ങളാണ്. സൂര്യഗ്രഹണം അമാവാസി ദിവസങ്ങളിലും ചന്ദ്രഗ്രഹണം പൗർണമി ദിവസങ്ങളിലുമാണ് സംഭവിക്കാറുള്ളത്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം എപ്പോഴും ഒരുപോലെയല്ല. ജൂലൈ 4 ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയായിരിക്കുന്ന അവസ്ഥയാണ് അപ്ഹീലിയൻ. ജനുവരി 3 ഏറ്റവും അടുത്തിരിക്കുന്ന അവസ്ഥ പെരിഹീലിയൻ. ഈ ശരാശരി അകലത്തെയാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് അഥവാ 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഹൈസ്കൂൾ തലത്തിലെ ഭൗതികശാസ്ത്രത്തിൽ ജോഹന്നാസ് കെപ്ലറുടെ 3 ഗ്രഹചലന നിയമങ്ങൾ പ്രധാനമാണ്. ഗ്രഹങ്ങൾ ദീർഘവൃത്തപഥത്തിൽ സഞ്ചരിക്കുന്നുവെന്നും സൂര്യനിൽ നിന്നുള്ള ദൂരത്തിനനുസരിച്ച് പരിക്രമണ സമയം വ്യത്യാസപ്പെടുന്നുവെന്നും ഈ നിയമങ്ങൾ വ്യക്തമാക്കുന്നു. ഇനി ചില പ്രധാന ചോദ്യോത്തരങ്ങൾ നോക്കാം. ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം ശുക്രനാണ്.
ഭൂമിയിൽ സൂര്യപ്രകാശമെത്താൻ 8 മിനിറ്റ് 20 സെക്കൻഡ് വേണം. കിടക്കുന്ന ഗ്രഹം യുറാനസാണ്. ഇത്തരം വസ്തുതകൾ കേട്ടറ്റ് പരീക്ഷയിൽ ആവർത്തിച്ചു വരാറുണ്ട്. അവസാനമായി ചൊവ്വയിലെ ചുവപ്പ് നിറത്തിന് കാരണം ഇരുമ്പ് ഓക്സൈഡുകളാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ഗാനിമീഡിന് കാന്തിക വലയമുണ്ട്. ചന്ദ്രന്റെ ഉപരിതലം ആദ്യമായി വ്യക്തമാക്കിയത് ഗലീലിയോ ആണ്.